ഞാനിങ്ങനെ കരയാൻ കാരണം തന്നെ അവൾ ഒരുത്തിയാണ് കേട്ടോ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, കരഞ്ഞു തുടങ്ങിയില്ലേ. ആരാണെന്നല്ലേ ഏതാണ്ട് ഈ സവാളക്കരി, ഇവൾ കാരണം തന്നെയാണ് കേട്ടോ ഞാൻ കരയാൻ തുടങ്ങിയത്. ഇന്ന് നമുക്കൊരു ചിക്കൻ കറി വെക്കാം. അങ്ങനെ എണ്ണ ചൂടാക്കാൻ വെച്ചു. എന്നിട്ട് അതിലേക്ക് കടുകും അതുപോലെ കറിവേപ്പിലേക്ക് നന്നായി കടുവറുത്ത് കേട്ടോ. തിളയ്ക്കുന്ന കണ്ടില്ലേ. ഇനി ഇതിലേക്ക് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ ചതച്ചത് ഇട്ട് നന്നായി മൂപ്പിക്കാം. മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ചെറുള്ളി ഇട്ട് ഉപ്പും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കട്ടോ. അത് വഴണ്ട് വന്നു. ഇനി അതിലേക്ക് നമുക്ക് സവാള അരിഞ്ഞത് ചേർക്കാം. ഇനി സവാളയും ചെറുള്ളിയും കൂടെ ചേർന്ന് വഴറ്റി വരട്ടെ. എന്നിട്ട് അത് വഴണ്ട് വന്നപ്പോൾ നമ്മൾ ചുവന്ന തക്കാളിക്കുട്ടന്മാരെ കുനുകുന അരിഞ്ഞ് അതിലിട്ടു. കുനുകുന അല്ല, ചെറുത് വലിപ്പത്തിൽ തന്നെയാണ് അരിഞ്ഞത്. എന്നിട്ട് അതിലേക്ക് ഇട്ടു. അങ്ങനെ ഈ 3 ആൾക്കാരും കൂടെ അതിലേക്ക് മിക്സ് ചെയ്ത് വരട്ടെ. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് പൊടിയായിട്ടങ്ങ് ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, എൻ്റെ മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ നമ്മളുടെ ചിക്കൻ മസാല. ഞാനിവിടെ ഈസ്റ്റേൻ്റെ ചിക്കൻ മസാലയാണ് കേട്ടോ എടുത്തത്. ഈസ്റ്റേൻ തന്നെ വേണമെന്നില്ല, നമ്മളെ വീട്ടിലുള്ള ഏത് മസാലയും എടുക്കാം. എൻ്റെ കയ്യിൽ ഇതേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ മസാലപ്പൊടികളൊക്കെ ഇട്ട് ഇനി നമ്മൾ ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റി ഇരിക്കണം, അല്ലെങ്കിൽ ചെവയ്ക്കും കേട്ടോ പച്ച മസാലയുടേത്. എന്നിട്ട് ഞാൻ ഈ ചിക്കൻ അതിലേക്ക് ചേർത്ത് ഞാൻ 4-5 വട്ടം കഴുകി കേട്ടോ. 4-5 അല്ല, സോപ്പിട്ട് കഴുകുമെന്ന് സംശയമാണ്. അങ്ങനെ ഞാൻ ചിക്കൻ അതിലേക്ക് ഇട്ട് നന്നായി വഴറ്റി, വെള്ളം ഒഴിച്ചില്ല കേട്ടോ. എന്നിട്ട് അടച്ചിട്ട് വേവിച്ചു. കണ്ടില്ലേ, കളകളാ ക്ലൂളൂ എന്ന് പറഞ്ഞ് തിളയ്ക്കുന്ന കണ്ട് നല്ല കൊഴുത്ത ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഏതോ സിനിമയിൽ ബേസിൽ ജോസ് പറഞ്ഞ പോലെ നല്ല കൊഴുത്ത ചിക്കൻ കറി.